അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ വില്ലാളി വീരനായ അയ്യപ്പ ഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹ പ്രതിഷ്ഠ ഫെബ്രുവരി 10 നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫെബ്രുവരി 1 4 മണിക്ക് മേരികുളത്ത് നിന്നും വിഗ്രഹ ഘോഷയാത്രയോടെയാണ് പഞ്ചലോഹ വിഗ്രഹം ക്ഷേത്രത്തിലെത്തിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 18 ശാസ്താക്ഷേത്രങ്ങളിൽ പഞ്ചമഹാക്ഷേത്രങ്ങളെന്ന് പുകഴ്പെറ്റ ആര്യൻകാവ്, അച്ചൻകോവിൽ, കുളത്തുപുഴ, ശബരിമല, അയ്യപ്പൻകോവിൽ എന്നാണ് സങ്കല്പം. പുണ്യനദിയായ പെരിയാർ വലം ചുറ്റിയൊഴുകുന്ന ഭഗവാന്റെ പുണ്യസങ്കേതമായ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പല കാരണങ്ങളാൽ തകർക്കപ്പെട്ടപ്പോഴും ഭക്താനുഗ്രഹദായകനായ ഭഗവാന്റെ ചൈതന്യം പൂർവാധികം ശക്തിയോടുകൂടി പ്രഭചൊരിഞ്ഞു നിൽക്കുകയും സർവ്വദുഃഖങ്ങളും ക്ലേശങ്ങളും അകറ്റുകയും ചെയ്യുകയാണ്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ച അനുഗ്രഹ കൃപാകടാശങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൽ നടന്ന ദൈവപ്രശ്നവിധി പ്രകാരം ശ്രീകോവിൽ നവീകരണത്തിന് ശേഷമുള്ള പ്രതിഷ്ഠാ പൂജകളും അയ്യപ്പ ഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹ പ്രതിഷ്ഠയും 2025 ഫെബ്രുവരി 1 മുതൽ 10 വരെ ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തിയാദരപൂർവ്വം നടത്തപ്പെടുകയാണ്. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം 10 തീയതി. 1 തീയതി മുതൽ അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. 1 തീയതി രാവിലെ 7 മണിക്ക് മാമാറിൽ നിന്നും പഞ്ചലോകത്തിൽ നിർമ്മിച്ച വിഗ്രഹഘോഷയാത്ര ആരംഭിക്കും. വിഗ്രഹം കൊണ്ടുവരുന്ന രഥം എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയ്ക്ക് തങ്കയങ്കി കൊണ്ടുപോകുന്ന രഥത്തിലാണ് വിഗ്രഹം നമ്മൾ കൊണ്ടുവരുന്നത്. 7 മണിക്ക് മാമാറിൽ നിന്നും ആരംഭിക്കുന്ന വിഗ്രഹഘോഷയാത്ര 2 മണിക്ക് വേൽപ്പാറയിൽ എത്തിച്ചേരുകയും അവിടുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വീകരണവും കഴിഞ്ഞ് 3:30 ചപ്പാത്ത് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെ സ്വീകരണമുണ്ട്. അവിടുത്തെ സ്വീകരണത്തിന് ശേഷം പരപ്പിൽ ഉപ്പറ മാട്ടുതാവളം വടകോട് കത്തിയപ്പൻ മേഖലയിലുള്ള നിവാസികളുടെ സ്വീകരണം പരപ്പിൽ വെച്ചാണ്. ആ സ്വീകരണത്തിന് ശേഷം തൂണുത്തടി മേലുള്ള ഭാഗത്ത് നിന്ന് മഹാഘോഷയാത്രയായി അയ്യപ്പൻകോവിലേക്ക് ഘോഷയാത്ര പോരുന്നതാണ്. വൈകിട്ട് 6 മണി 6:30 ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്ന വ്യവസ്ഥയിലാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഇന്ന് 2 തീയതി രാവിലെ ക്ഷേത്രത്തിൽ കലവറമറയ്ക്കലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് കലവറ മറയ്ക്കുന്ന ഒരു പരിപാടിയാണ് 2 തീയതി ഉള്ളത്. 3 തീയതി രാവിലെ മുതൽ കലശം ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് 10 തീയതിയാണ് പ്രതിഷ്ഠ. 10 തീയതിക്ക് ശേഷം പിന്നെ 19 തീയതി ക്ഷേത്രത്തിൻ്റെ മഹാശിവരാത്രി ആരംഭിക്കുകയാണ്. 19 തീയതി സപ്താഹത്തോടുകൂടി 26 തീയതി ശിവരാത്രിയോടുകൂടി നമ്മുടെ ഉത്സവം സമാപിക്കുന്നതാണ്. നമ്മുടെ ഈ വർഷം നമുക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമെല്ലാം തന്നെ പൂർത്തിയായി. ഒരു പുതിയ ക്ഷേത്രത്തിൽ പുതിയ വിഗ്രഹം വില്ലാളി വീരന്റെ പുതിയ പഞ്ചലോഹ വിഗ്രഹത്തിലാണ് ഈ വർഷം പ്രതിഷ്ഠ നടത്തുന്നത്. 2025 ഫെബ്രുവരി 1 ശനി രാവിലെ 6 ഗണപതി ഹോമം. ആലപ്പുഴ മാന്നാറിൽ നിന്നും രാവിലെ 10:45 പഞ്ചലോഹ വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും 3 മണിക്ക് ചപ്പാത്ത് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലും സ്വീകരണത്തിന് ശേഷം 4 മണിക്ക് മേരികുളത്ത് നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വിഗ്രഹ ഘോഷയാത്ര നടക്കും. ഫെബ്രുവരി 2 മുതൽ പ്രതിഷ്ഠാ ചടങ്ങുകളും പൂജകളും ആരംഭിക്കും. 10 തീയതി ധർമ്മശാസ്താവിന്റെ പഞ്ചലോഹ വിഗ്രഹം, ഗണപതി, വനദുർഗ, ഭദ്രകാളി, യോഗീശ്വര വിഗ്രഹ പ്രതിഷ്ഠയും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ ക്ഷേത്രം പ്രസിഡന്റ് KA ഷാജി, സെക്രട്ടറി MS പ്രശാന്ത്, ട്രഷറർ സുരേന്ദ്രൻ പിള്ള, ചെയർമാൻ സജി കളത്തിൽ, ശ്യാം S ആചാര്യ, VS പ്രകാശ്, ഗോകുൽജി നായർ, സുനിൽ കലവനാക്കുന്നേൽ, ഗോപിനാഥൻ പിള്ള, തീമ്പള്ളിക്കുന്നേൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ്, അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.